ആ വരുന്നത് ശ്രീ പാർവതി എന്ന് പറയും. ആനകളിലെ ഒരു മുത്തശ്ശിയാണ്. അത്രയും പ്രായമുണ്ട്. അത്രയും എന്താ പറയുക, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു ആന. ആളെ കൂടെ നടക്കണ പാപ്പാനുണ്ട്. ആള് അതിനെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇതിൻ്റെ മുന്നത്തെ കോലവും ഇപ്പോഴത്തെ കോലവും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാലടി ബിനി എന്നാണ് ആളുടെ പേര്. ആളാണ് ആനനെ ഇങ്ങനെ ആക്കിയെടുത്തത്. അത്രയും പ്രായം ചെന്ന വീട് പൂവാറായ ആനയായിരുന്നു. ായിട്ടുള്ള മുല്ലമുട്ട് പോലെ നല്ല ഭംഗിയോടുകൂടിയാണ് തീവട്ടിപ്പന്തം. അത് വളരെ അപൂർവമായിട്ടുള്ള ചില പൂരങ്ങൾക്ക് നമുക്ക് ഈ മുല്ലമുട്ട് പോലെ ഒരു വൃത്തിയായിട്ട് ഉണ്ടാക്കി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ പെരുവനം മാറാട്ടുപുഴ പൂരം, അതുപോലെ തൃശ്ശൂർ പൂരം, പിന്നെ ചെറിയ ചെറിയ നല്ല നല്ല ഉത്സവങ്ങൾക്ക്, ഗുരുവായൂർ ഉത്സവം, ഇരിങ്ങാലക്കുട ഉത്സവം പോലുള്ള ചില ഉത്സവങ്ങൾക്കൊക്കെ ഇത്രയും വൃത്തിയായിട്ട് കാണുള്ളൂ. ഈ തീവട്ടിപ്പന്തത്തിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലത്തെ ആ ഒരു വെളിച്ചത്തിന്റെ ഒരു ഭംഗിയൊന്നല്ല. ഈ ഫോട്ടോഗ്രാഫി ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാം, ആ തലയെക്കെട്ടും കോലവും തിടമ്പും ഒക്കെ സ്വർണ്ണശോഭയിൽ നിൽക്കുന്നതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അതിന്റെ ഒരു അഴക് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അങ്ങനത്തെ ഒരു കാഴ്ചയത്. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങളായിട്ട് ഒക്കെ നിങ്ങളായിട്ട് ഇനി വരാണ്ട് കുറെ ആൾക്കാര് ഇതിങ്ങനെ നീണ്ട് 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 ആ വരം പറ്റം വരെ ഉണ്ടാവുന്നത്. കേൾപ്പിച്ചേണ്ട പടങ്ങളൊക്കെ റെഫറൻസ് ചെയ്തിട്ടാണ് ഞാനും കുറെ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ ഏത് പൂരത്തിന് പോയാലും ഏത് പരിപാടി എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഏത് പാചകത്തിൽ വേണമെങ്കിലും വിളിച്ച് ചോദിക്കും. ആദ്യമായിട്ട് പെരുവനം പൂരം കാണാൻ വന്നത് എത്ര പ്രായത്തിലാണ്? 7ാം ക്ലാസ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് നിർത്തിയില്ലല്ലോ? നിർത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു. ഗൾഫിൽ പോയ സമയത്തൊക്കെ മിസ്സായി. അന്ന് ഇത്ര ആൾക്കാരൊന്നുമില്ല പൂരം കാണാനൊന്നും, സുഖമായിരുന്നു. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ ശതമാനം ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വരാൻ തുടങ്ങി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പേപ്പറൊക്കെ വിരിക്കുക, സൈഡിൽ 200 രൂപയായിട്ട് കാണാം. അങ്ങനെയൊക്കെയായിരുന്നു. തിരക്കായി നിങ്ങളെപ്പോലുള്ളവരൊക്കെ എത്തി. അടുത്ത ജനറേഷൻ എത്തി. ഓൾഡ് ജനറേഷൻ. ഞാനാണ് ഏറ്റവും ഓൾഡ് ജനറേഷൻ. ഇവരൊക്കെ ആ കഥ ഞാൻ വീണ്ടും ഓർമ്മിക്കണം. ഇതിലായിട്ട് അടിവാറിൽ നമ്മൾ കൊടുക്കും, സാറ കൊടുക്കും. ഈ പെരുവനം ആറാട്ടുപുഴ പൂരം 1442 കൊല്ലത്തെ ചരിത്രരേഖയാണ് ഇപ്പോൾ ഉള്ളത്. ആ കാലത്തിന് മുന്നേ ആ പെരുവനം ആറാട്ടുപുഴ പൂരം ഇന്ന് കാണുന്ന രീതിയിൽ നടന്നതിന് മുൻകാലങ്ങളിൽ പെരുവനം ഉത്സവമായിട്ടാണ് നടന്നിരുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നതാണ്.
അപ്പോൾ അതിൻ്റെ അന്നത്തെ വലിയ വിളക്കും എല്ലാം ആ കാര്യങ്ങളാണ്, ഈ ചിട്ടകളാണ് ഈ പെരുവനത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പൂരം പ്രധാന പൂരങ്ങളായിട്ട് പിഷാരിക്കൽ ഭഗവതിയുടെയാണ് ആദ്യത്തെ പൂരം കഴിഞ്ഞത്. അവർ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ ഇറക്കവും ചാത്തക്കുട ശാസ്താവും തൊട്ടിപ്പാൾ ഭഗവതിയും കൂടിയിട്ടുള്ള കയറ്റവും ഇപ്പോൾ നടക്കുന്നു. അത് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തു നിന്ന് ഊരകത്തമ്പതിരുടി ചാത്തക്കുട ശാസ്താവും കൂടിയിട്ടുള്ള പൂരാണ് നടക്കുക. അത് കഴിഞ്ഞ് വെളുപ്പംകാലം 3:15 ശേഷം ചേർപ്പ് ഭഗവതി പടിഞ്ഞാറ് നടയിൽ പഞ്ചവാദ്യം കഴിഞ്ഞ് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഇവിടെ പൂരം ഇറക്കം അവരുടെ പ്രസിദ്ധമായ അവരുടെ ഇറക്കമാണ്. ഇത്രയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. അതുകൂടാതെ ഇതിനിടയിൽ നമ്മുടെ ഘടകപൂരക്കാർ ഒരു 8 ദേവീദേവന്മാർ 11 ദേവീദേവന്മാരാണ്. അവരുടെ ഒരു പൂരമുണ്ട്, വിളക്കെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനുള്ളിൽ രാത്രി. അതും ഇവിടുത്തെ ഒരു ചടങ്ങാണ്. Dimi dimi